ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് വാട്ട് ഈസ് സുനാമി, എന്താണ് സുനാമി. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. സുനാമി എന്നത് ഒരു ജാപ്പനീസ് വേർഡാണ്. അപ്പോൾ ജാപ്പനീസ് ഭാഷയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് സുനാമി എന്നത്. അത് ശക്തമായ തിരമാലകളെ, ഭീകര തിരമാലകളെ സൂചിപ്പിക്കുന്നതാണ് സുനാമി എന്നത്. അതായത് എന്താണ് സുനാമി എന്ന് വെച്ചാൽ രാക്ഷസ തിരമാലകളെയാണ്. അങ്ങനെയും പറയും. രാക്ഷസ തിരമാലകൾ, അതായത് ശക്തമായ തിരമാലകൾ ഉണ്ടാകുന്നതിനെ ഭയങ്കര പവറായിരിക്കും, അതിന് ഭയങ്കര ശക്തിയായിരിക്കും. അത് കിലോമീറ്ററുകളോളം ആഞ്ഞടിക്കും. അല്ലെങ്കിൽ ഏകദേശം 10,000 മീറ്ററോളം ഉയരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് ഈ തിരമാലകൾ. അതിനെയാണ് സുനാമി എന്ന് പറയുന്നത്. കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരു സമുദ്രത്തിൽ അല്ലെങ്കിൽ ഒരു ജലാശയത്തിൽ അല്ലെങ്കിൽ ജലാശയത്തിൽ ഉണ്ടാകുന്ന ജലത്തിൻ്റെ സ്ഥാനചലനം മൂലമുണ്ടാകുന്ന ശക്തമായ തരംഗങ്ങളെയാണ് സുനാമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തരംഗങ്ങളുടെ പരമ്പരയാണ് സുനാമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സമുദ്രത്തിനടിയിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, പിന്നെ വെള്ളത്തിലുണ്ടാകുന്ന മറ്റു സ്ഫോടനങ്ങൾ മൂലം ഇവ ഉണ്ടാകും. വെള്ളത്തിന് മുകളിലോ വെള്ളത്തിന് താഴെയോ ഉണ്ടാകുന്ന ഇത്തരം കാരണങ്ങൾ മൂലമാണ് ഈ സുനാമി ഉണ്ടാകുന്നത്. അതായത് ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന സാധാരണ തിരമാലകളെ, അതായത് കാറ്റോ വേലിയേറ്റമോ മൂലമുണ്ടാകുന്ന സാധാരണ തിരമാലകളെക്കാൾ 10 മടങ്ങ് ശക്തിയായിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്ന തിരമാലകൾക്ക്. അതുകൊണ്ടാണ് ഇതിനെ രാക്ഷസ തിരമാലകളെന്ന് അല്ലെങ്കിൽ സുനാമി എന്ന് ഇതിനെ വിളിക്കുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. ഭയങ്കര പവറായിരിക്കും. ഇങ്ങനെ തിരമാലകൾ ഉണ്ടാകുന്നതിനെയാണ് ഡൈഡൽ വേവ് എന്ന് പറയുന്നു. ഡൈഡൽ വേവ് എന്നാണ് ഇതിനെ പറയുന്നത്. ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ BC, അതായത് ക്രിസ്തുവിന് മുമ്പ് തന്നെ സുനാമിയെക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതായത് BC 463 ഗ്രീക്ക് ചരിത്രകാരനായിരുന്ന തുസിഡീഡസ് തൻ്റെ പുസ്തകത്തിൽ സുനാമിയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ AD 365 സുനാമി അലക്സാണ്ട്രിയയിൽ ഉണ്ടാവുകയും അലക്സാണ്ട്രിയ മൊത്തം നശിപ്പിക്കുകയും ചെയ്തുവെന്ന് പറയുന്നുണ്ട്. പിന്നെ 1708 കാലാബ്രിയനിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ സുനാമിയിൽ ഏകദേശം 1,23,000 ആളുകളാണ് മരിച്ചതെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പിന്നീട് 1908 മെസ്സിന സുനാമിയിലും അനേകായിരങ്ങൾ മരിച്ചു എന്ന് പറയുന്നു. പിന്നീട് 2004, അതായത് നമുക്കൊക്കെ ഓർമ്മയുള്ളത് 2004 സുനാമിയാണ്. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ സുനാമിയിൽ ഏകദേശം 2,30,000 ആളുകളാണ് മരണമടഞ്ഞു എന്നാണ് കണക്ക്. അതായത് ഡിസംബർ 26 ക്രിസ്മസ് ദിനത്തിൻ്റെ പിറ്റേന്നുണ്ടായ സുനാമിയിൽ 2,30,000 ആളുകളാണെന്ന് മരിച്ചത്. പിന്നീട് 2011 ജപ്പാനിലുണ്ടായ സുനാമി, അതിലും നിരവധി പേർ മരിച്ചു. ഒടുവിൽ ഇപ്പം 2024 സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജപ്പാനിൽ വീണ്ടും സുനാമി ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ ജപ്പാനിൽ സുനാമി ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. ജപ്പാൻ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ സുനാമി അടിക്കടി ഉണ്ടാവാറുണ്ട്. ഇന്തോനേഷ്യയിലെ സുമാത്ര 2004 സുമാത്രയായിരുന്നു ഉത്ഭവം. ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ സുനാമിക്ക് ഇന്തോനേഷ്യയിലെ സുമാത്രയായിരുന്നു 2004 അവിടെ നിന്നാണിത് ഉത്ഭവിച്ചത്. അങ്ങനെ ഇന്തോനേഷ്യയിലും ജപ്പാനിലും ഇത് അടിക്കടി ഉണ്ടാവാറുണ്ട്. ജപ്പാൻകാർക്കെല്ലാം ഇത് സർവ്വസാധാരണമാണ് സുനാമി എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.